ഋജാതി വാർത്ത. സ്വന്തം ഭർത്താവിനെ കൊന്ന് നേതാജിയുടെ ജീവൻ രക്ഷിച്ച ഒരു ചരിത്രമുണ്ട്. മാറിലെ മാംസം കൊടിലുകൊണ്ട് പിച്ച് ചീന്തിയിട്ടും നേതാജി എവിടെ എന്ന ബ്രിട്ടീഷുകാരുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു അക്ഷരം മിണ്ടാത്ത ധീര വനിത. പേര് നിര ആരി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ സ്പൈ വർക്കറായിരുന്നു അവർ. സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ചിട്ടും സുരക്ഷിതമായ ജീവിതം ഉപേക്ഷിച്ചവർ തിരഞ്ഞെടുത്തത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനൊപ്പമുള്ള പോരാട്ട വഴികളായിരുന്നു. വിധി അവരെ കൊണ്ടുവന്നെത്തിച്ചത് ഒരു ബ്രിട്ടീഷ് CID ഓഫീസറുടെ ഭാര്യയായാണ്. താൻ സ്നേഹിക്കുന്ന നേതാജിയെ കൊല്ലാൻ സ്വന്തം ഭർത്താവ് ഉന്നം പിടിച്ചപ്പോൾ അവൾ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആലോചിച്ചില്ല. നേതാജിയുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ഭർത്താവിനെ അവൾക്ക് കൊല്ലേണ്ടി വന്നു. താലിച്ചരടിനേക്കാൾ വലുത് അവൾക്ക് രാജ്യമായിരുന്നു. അതിന്റെ പേരിൽ നീര അനുഭവിച്ചത് കൊടും പീഡനങ്ങളായിരുന്നു. സ്തനങ്ങൾ അറുത്തുമാറ്റപ്പെട്ട വേദനയിൽ പുളയുമ്പോഴും അവർ ഇന്ത്യയെ ഒറ്റുകൊടുത്തില്ല. പക്ഷേ 1947 സ്വാതന്ത്ര്യം കിട്ടി പുറത്തിറങ്ങി അവരോട് നമ്മൾ എന്താണ് ചെയ്തത്? ഹൈദരാബാദിലെ തെരുവുകളിൽ പൂവിറ്റായിരുന്നു ആ അമ്മ വിശപ്പടക്കിയത്. ഒടുവിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, ഒരു നേരത്തെ മരുന്നിന് പോലും വകയില്ലാതെ അവർ മരണത്തിന് കീഴടങ്ങി. ചരിത്ര പുസ്തകങ്ങളിൽ അവർ പേരില്ലെങ്കിലും നമ്മുടെ ഓരോ ഇന്ത്യക്കാരന്റെ ഹൃദയത്തിലും അവരുടെ ത്യാഗം എന്നെന്നും നിലനിൽക്കും.